സുഹൃത്തുക്കളെ, വല്ലാത്തൊരു ഗതികെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വാർത്ത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം വൃത്തികെട്ട കോടികൾ മാത്രം എന്ന് പറയാവുന്നൊരവസ്ഥയിലേക്ക് മേഖല മാറിയിരിക്കുക, മലയാളക്കര മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ, സിനിമയിലൊക്കെ തന്നെ. ഒരുത്തൻ കാട്ടിക്കിടന്ന് വീരപ്പൻ്റെ മാതിരി വേഷം മാറിയിട്ട് അവിടെ നിൽക്കുകയാണ്. അതോ ഇനി പർദ്ദയൊക്കെ ഇട്ടിട്ട് ചിരട്ടയും കെട്ടിവെച്ച് നമ്മുടെ നാട്ടിൽ കൂടി തന്നെ നടക്കുന്നുണ്ടോ എന്നറിയില്ല. അത് രാഷ്ട്രീയത്തിലെ കോടി, യുവ കോടി. മറ്റൊരു കോടി, മധ്യവയസ്കനായിട്ടുള്ള വേറെ കോടി കഴിഞ്ഞ ദിവസം പിന്നെ ഒരു കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടു. പക്ഷേ പിന്നെ അതിജീവിത അതിൽ കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നൊരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് രാഷ്ട്രീയത്തിലെ വേറെ കോടി കൂടി വരുന്നത്. രാഷ്ട്രീയത്തിലും ഈ രണ്ട് മേഖലയിലും, രാഷ്ട്രീയത്തിലും സിനിമയിലും രണ്ടിലും സജീവമായിട്ടുള്ള കോടി. അത് ഒരു മുതുകളവനായിട്ടുള്ള കോടിയാണ്, മൂത്ത കോടിയാണ്. പണ്ട് AKGയെക്കുറിച്ച് പിന്നെ അന്ന് കോൺഗ്രസ്സുകാരൊക്കെ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യമുണ്ട്, കാലൻ വന്ന് വിളിച്ചിട്ട് എന്തേ കോവാല പോകാത്തു എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിനെയൊക്കെയാണ് കാലം വന്ന് വിളിക്കേണ്ടതെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം ആയ കാലത്ത് നല്ല പേര് കേൾപ്പിച്ചിട്ടുള്ള ആളായിരുന്നു ശ്രീ PT കുഞ്ഞുമുഹമ്മദ്. അദ്ദേഹം പിന്നെ പല സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിനിമകളുടെ നമുക്കറിയാം, അദ്ദേഹം പിന്നെ ഈ കൈരളി ചാനലിനകത്ത് സ്ഥിരമായിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്ന ആളാണ്. പ്രവാസ ലോകം എന്ന പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നതാണ്. കൈരളി ചാനൽ ആരംഭിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആദ്യം തൊട്ട്, അതിൻ്റെ തുടക്കം തൊട്ട് ശ്രീ TKMCയുടെ വീട്ടിൽ വെച്ച് അതിൻ്റെ പ്രാഥമികമായ യോഗം പിന്നെ അഡ്വക്കേറ്റ് C. ശ്രീധരൻ നായരുടെ, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിരുന്ന കേരളത്തിലെ പിന്നെ ബാർ കൗൺസിലിൻ്റെയും അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്നു തോന്നുന്നു അഡ്വക്കേറ്റ് C. ശ്രീധരൻ നായർ, മമ്മൂട്ടിയുടെ സീനിയറായിരുന്ന അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹ ദിവസമാണ് PT കുഞ്ഞുമുഹമ്മദും പിണറായി വിജയനും കൂടി TKMCയുടെ വീട്ടിൽ പോവുകയും ഹംസാക്കയുടെ വീട്ടിലേക്ക് പിന്നീട് PV അബ്ദുൾ വഹാബിനെയും കൂടി വിളിച്ചു വരുത്തുകയും അങ്ങനെ കൈരളി ചാനലിൻ്റെ പ്രാഥമിക ചർച്ച അവിടെ വെച്ചാണ് നടന്നത്. അതിൽ പങ്കാളിയായിരുന്ന ആളാണ് PT കുഞ്ഞുമുഹമ്മദ്. അദ്ദേഹത്തിന് ഇപ്പോൾ 1949 ജനിച്ചാണ്. ഇപ്പോൾ 76 വയസ്സ് കഴിഞ്ഞ് 77ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ പിന്നെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ PDD കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ നിന്ന് മാത്സിൽ ഡിഗ്രി എടുത്തു. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം UAE കുറേ കാലം പിന്നെ ജോലി ചെയ്തു, അബുദാബിയിൽ. അതിനുശേഷം പിന്നീട് അദ്ദേഹം ചലച്ചിത്ര രാഷ്ട്രീയ രംഗത്തൊക്കെ എത്തിയത്. അദ്ദേഹം 1993 മഗ്രിബ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തു. 98 പിന്നീട് ഗർഷം എന്ന് പറയുന്ന സിനിമയും 2007 പരദേശി പിന്നെ എന്ന സിനിമയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകളുടെ, പിന്നെ അതുപോലെ തന്നെ മറ്റ് പല പുരുഷാർത്ഥം, അശ്വതാത്മാവ്, സ്വരൂപം തുടങ്ങിയിട്ടുള്ള ചില സിനിമകളുടെ നിർമ്മാണ പങ്കാളിയുമായിരുന്നു. അങ്ങനെ ഉപ്പ് എന്നുള്ള ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അതേപോലെ തന്നെ അറിയപ്പെടാത്ത മലപ്പുറം എന്നുള്ള ഡോക്യുമെൻ്ററി നിർമ്മിച്ചിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. 1993 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് PM അബൂബക്കർ, ഗുരുവായൂർ MLA ആയിരുന്ന PM അബൂബക്കർ പിന്നെ ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബിനോടൊപ്പം ചേർന്നുകൊണ്ട് INL പോവുകയും അങ്ങനെ മുസ്ലിം ലീഗിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് UA ബിലാനോടൊപ്പം, തിരുരങ്ങാടി MLA ആയിരുന്ന UA ബിലാനോടൊപ്പം ഗുരുവായൂർ MLA ആയിരുന്ന അദ്ദേഹവും ആ സ്ഥാനം രാജിവെച്ചപ്പം അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് PT കുഞ്ഞുമുഹമ്മദ് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. PT കുഞ്ഞുമുഹമ്മദിനെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലാണ് കണ്ടത്. ഞാൻ പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ ഞങ്ങൾ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന്, ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിനുമായിട്ട് അന്ന് വന്നത് PT കുഞ്ഞുമുഹമ്മദും കുഞ്ഞിൻ്റെ മാഷുമാണ്. അന്ന് അവിടെ നിന്ന് മഞ്ചേരിയിൽ നിന്ന് പിന്നീട് മമ്പാട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാനാണ് അവരെ കൂടെ പോയിരുന്നത്. ഒരുമിച്ചാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. അങ്ങനെ ഒരു യാത്രയുടെ അനുഭവമുണ്ട്. എനിക്ക് ഒരുപാട് കേരള രാഷ്ട്രീയത്തിൽ എടുത്തു നോക്കുമ്പോൾ നിയമസഭയിൽ ബുൾഗാൻ വെച്ച് വന്നിട്ടുള്ള ആദ്യത്തെ ആളും അവസാനത്തെ ആളും അദ്ദേഹമാണെന്നാണ് എൻ്റെ ഓർമ്മ. ബുൾഗാൻ താടി അത്ര കേരളത്തിൽ അത്ര പ്രചാരത്തിൽ ഇല്ലാതിരുന്ന കാലത്താണ് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് PT കുഞ്ഞുമുഹമ്മദ് കടന്നു വരുന്നത്. അദ്ദേഹം പിന്നെ നിയമസഭയാകുമ്പോഴും ആ ബുൾഗാൻ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ എന്താ പറയുക ഒരു ബ്രാൻഡായിട്ടാണ് കൊണ്ടു നടന്നിരുന്നത്. അദ്ദേഹം ഇപ്പം വന്നിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ഒരു ഫിലിം ആക്ടിവിസ്റ്റാണ് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കാസ്റ്റിംഗ് കൗച്ച് നമ്മൾ കേൾക്കാറുണ്ട്. സിനിമയിൽ അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ പാലിക്കേണ്ട അവസ്ഥയുള്ള ഗതികേടുകളുണ്ട് എന്ന് പല യുവതികളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചലച്ചിത്ര മേഖലയിൽ പക്ഷേ മുമ്പ് സ്ത്രീകൾ കടന്നു വരുന്നത് അഭിനയരംഗത്ത് മാത്രമായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് അവർ സംവിധാന രംഗത്ത് അഞ്ജലി നായർ, അതേപോലെ തന്നെ ഗീതു മോഹൻദാസ് തുടങ്ങിയിട്ടുള്ള വിധു വിൻസെൻ്റ് തുടങ്ങി വളരെ വളരെ ടാലൻ്റഡായിട്ടുള്ള ഒരുപാട് പേര് മറ്റു മേഖലകളിലേക്ക്, ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിലേക്ക് ഛായാഗ്രാഹകരായി, അതേപോലെ തന്നെ എഡിറ്റിങ്ങിൽ, അതേപോലെ തന്നെ പിന്നെ സൗണ്ട് മിക്സിങ്, പിന്നെ ഡയറക്ഷൻ, അങ്ങനെയുള്ള ഒരുപാട് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, അങ്ങനെയുള്ള ഒരുപാട് മേഖലകളിലേക്ക് സ്ത്രീകൾ കടന്നു വരുന്നൊരു കാലഘട്ടത്തിൽ ഇദ്ദേഹം കാസ്റ്റിംഗ് കൗച്ച് അല്ല നടത്തിയത്, സ്ക്രീനിങ് കൗച്ചും അല്ല നടത്തിയത്. ഇദ്ദേഹം ഇപ്പോൾ വരാൻ പോകുന്ന അടുത്ത ദിവസം തുടങ്ങാൻ പോകുന്ന IFFKയുടെ മലയാള സിനിമകൾ അതിലേക്ക് തിരഞ്ഞെടുക്കുന്നതിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഇദ്ദേഹം. ഈ ആരോപണം ഉന്നയിച്ച പിന്നെ വനിതാ ചലച്ചിത്ര പ്രവർത്തക ആ സ്ക്രീനിങ് കമ്മിറ്റിയിലെ അംഗവുമാണ്.
അപ്പം വേറെ ഒന്നുമല്ല, ഇയാൾക്ക് ഈ വയസ്സ് കാലത്ത് ഒരു കോടിത്തരം തോന്നി. അത് പല ആളുകളും ചെറുപ്പത്തിൽ വളരെ നല്ലവരായിരുന്ന ആളുകൾ തന്നെ അവരൊരു പ്രായം കഴിയുമ്പോൾ അവരുടെ ഒരു തരം ഈ വൃദ്ധരതി എന്ന് പറയുന്നൊരു സംഭവമാണ്. അവർ സ്വന്തം പേരക്കുട്ടികളെ പോലും അവർ ചിലപ്പം മടിയിലിരുത്തി ലാളിക്കുന്നതിനകത്ത് അസ്വസ്ഥതകൾ ഉളവാക്കുന്ന രീതിയിലെ കുട്ടികൾക്ക് ഡിസ്കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ പലപ്പോഴും ഞാൻ ചില സൈക്കാട്രിസ്റ്റുകളുമായിട്ട്, ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റുകളുമായിട്ടും സൈക്കോളജിസ്റ്റുകളുമായിട്ടും സംസാരിച്ചു. അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. അതൊക്കെ വീടിനകത്ത് തന്നെ ഒതുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് അതൊരു അവർക്ക് അവരുടെ മധ്യവയസ്സിലും ചെറുപ്പത്തിലും ഒക്കെ അവർ നല്ലവരായിരിക്കും. പക്ഷേ ഈ വയസ്സ് കാലത്ത് അവർക്ക് ഈ ഒരു തരം വല്ലാത്ത രോഗം വരികയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവരുടെ ഉത്തേജന ശേഷി നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അതിനൊക്കെ തോന്നൽ. ഇതൊരു മാനസിക വൈകൃതമാണിത്. സത്യത്തിൽ അത്തരം മാനസിക വൈകൃതമുള്ള ആളുകൾ, കാരണം ഈ ബസ്സിലൊക്കെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും, ബസ്സിൽ ഈ പെൺകുട്ടികളെ തോണ്ടിയ കേസിലൊക്കെ കൂടുതൽ വരുന്നത് കൊണ്ടാനും പിടിക്കാനും പോണത് കിളവന്മാരാണ്, ചെറുപ്പക്കാരല്ല. എന്നാണ് ഈ വൃദ്ധരതിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 74 പ്രകാരവും 75(1) പ്രകാരവും അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനിങ്ങിലുള്ള സഹ അംഗത്തെ റൂമിലേക്ക് വിളിച്ച് മോശമായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റാത്തതാണ് അദ്ദേഹം. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വയസ്സ് കാലത്ത് ഇവർ എൻഗേജ് അല്ല. അപ്പോൾ എന്താ വെച്ചാൽ മറ്റേന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഓരോ ആക്ടിവിറ്റീസുമായിട്ട് എൻഗേജ് ആയിട്ട് പോകുന്നു. മറ്റേ ഇതിനെക്കുറിച്ച് മാത്രം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിന്ത, സെക്സിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കുഴപ്പമാണ്. വേണമെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ അവർ ചിലപ്പോൾ ഈ വയസ്സ് കാലത്ത് അത്തരം ഫോൺ വീഡിയോസൊക്കെ കണ്ടിട്ട് പിന്നീട് അതിൻ്റെ അഡിക്ഷനിലേക്ക് പോകുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും. ഇവർക്ക് കൃത്യമായി വേണ്ടത്, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ, മാനസികമായിട്ടുള്ള ചികിത്സയാണ് വേണ്ടത്. ഇതൊരു മാനസിക രോഗമാണ്. അല്ലാതെ സാധാരണ നോർമലായ ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമാകുന്ന കാര്യങ്ങളല്ല ഇതൊന്നും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കൊച്ചുമക്കളുടെ അടുത്ത് വരെ മോശമായിട്ട് പെരുമാറുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നാണ് പിന്നെ ഈ മേഖലയിലുള്ള വിദഗ്ധരും പിന്നെ മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം കേരള പ്രവാസി സംഘം എന്ന് പറയുന്ന CPM-ൻ്റെ പ്രവാസികളുമായി ബന്ധപ്പെട്ട പോഷക സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയാണ്, അധ്യക്ഷനായിരുന്നു. അതിൻ്റെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നു എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയുണ്ടെങ്കിൽ CPM മാതൃകാപരമായി എടുക്കേണ്ടുന്ന ആദ്യത്തെ തീരുമാനം ഇദ്ദേഹത്തെ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പ്രവാസി സംഘത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള തീരുമാനവും, ഇദ്ദേഹം CPM-ൻ്റെ പ്രാഥമിക അംഗത്വത്തിലുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനവുമാണ് എടുക്കേണ്ടത്. അപ്പുറത്ത് അവരുടെ നേരെ വിരൽ ചൂണ്ടാനുള്ള അർഹത ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവരുത് എന്നതാണ് CPM-നോട് എനിക്ക് പറയാനുള്ളത്. വേറൊന്ന്, ഈ കൈരളി ചാനലിൽ അവസരം കൊടുക്കാതിരിക്കുക എന്ന് എൻ്റെ അഭിപ്രായം. നമ്മുടെ വിഷയമല്ല, അതെന്തെങ്കിലും ആവട്ടെ. എല്ലാ ചാനലിനകത്തും കോടികൾ ഉണ്ടാവാതിരിക്കുകയൊക്കെ ചെയ്യേണ്ടത് അതായത് ചാനലിൻ്റെ കാര്യമാണ്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ചാനലല്ല, ബാക്കിയുള്ള ചാനൽ പോലെയല്ല. ഇവിടുത്തെ സാധാരണക്കാരായ CPM-ൻ്റെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് സാധാരണക്കാരായവരിൽ നിന്ന് 10 രൂപ തൊട്ട് ലക്ഷങ്ങൾ വരെ മേടിക്കാൻ പറ്റുന്നവരിൽ നിന്ന് ഷെയർ മേടിച്ചിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് കൈരളി ചാനൽ. ഇത് വേറൊരു ചാനലല്ല, വേറിട്ടൊരു ചാനലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാളം കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് എന്ന മലയാളം ചാനൽ എന്നാണ് പേരിടാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ബ്രാൻഡ് രജിസ്ട്രേഷൻ വേറെ ആരോ എടുത്തതുകൊണ്ട് ആ പേരിടാൻ പറ്റാതെയാണ് പിന്നീട് കൈരളി എന്ന പേരിടുന്നത്. അപ്പം രണ്ടും മലയാളമാണെങ്കിലും കൈരളി ആണെങ്കിലും ഒക്കെ അനുയോജ്യമായ പേര് പിന്നെ കണ്ടെത്തി. മമ്മൂട്ടി അതിൻ്റെ ചെയർമാനായിട്ട് വരുന്നു, ജോൺ ബെട്ടാസ് അതിൻ്റെ പിന്നെ ഫേസ് ആയിട്ട് വരുന്നു, അങ്ങനെ വരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്ക്രീനിങ് കമ്മിറ്റിയിലെ അധ്യക്ഷൻ എന്ന രീതിയിൽ ഇദ്ദേഹം എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. സ്ക്രീനിങ് കമ്മിറ്റിയിൽ തൻ്റെ കൂടെയുള്ള അംഗത്തിന്, താൻ അധ്യക്ഷനായ കമ്മിറ്റിയിലെ ഒരു മെമ്പറോട് അപമര്യാദയായി, മോശമായി, ലൈംഗികമായ താല്പര്യത്തോടു കൂടി സമീപിച്ച ഒരു വ്യക്തി തൻ്റെ മുമ്പിൽ വന്ന സിനിമകൾക്കകത്ത് അതിലേതെങ്കിലും വനിതകൾ ഡയറക്റ്റ് ചെയ്ത സിനിമ അല്ലെങ്കിൽ അവർ ഇൻവോൾവ് ആയിട്ടുള്ള സിനിമയൊക്കെ ഉണ്ടെങ്കിൽ, നിനക്ക് മികച്ച പിന്നെ നിന്റെ സിനിമ പ്രദർശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സെക്ഷൽ ഫേവർ ചോദിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ആരും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ലെങ്കിലും. കാരണം ഇയാളുടെ കയ്യിലിരിപ്പ് ഇതാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, IFFK-യിലെ പിന്നെ ഈ ചലച്ചിത്രോത്സവത്തിൽ മലയാള വിഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സിനിമകളുടെ പ്രദർശനവും അതിൻ്റെ മത്സരവും അതിനുണ്ടല്ലോ, അതൊരു മത്സരമാണല്ലോ, കോമ്പറ്റീഷൻ ആയിട്ടാണ്, ഗപ്പൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് മാറ്റി വെക്കണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അതിന് കുറേ സാങ്കേതികമായ തടസ്സങ്ങളും സാമ്പത്തികമായ ബാധ്യതകളും ഉണ്ടാവും. എന്നാൽ തന്നെയും ഇയാൾ അധ്യക്ഷനായിട്ടുള്ള ഒരു സ്ക്രീനിങ് കമ്മിറ്റി തിരഞ്ഞെടുത്ത സിനിമകൾ പുനഃപരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അർഹതയുള്ള മറ്റേതെങ്കിലും സിനിമകൾ തടയപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്തവർ അണിയറയിൽ പ്രവർത്തിക്കുന്ന, ഒരു പക്ഷേ അവർക്ക് നല്ല ഛായാഗ്രഹനോ അല്ലെങ്കിൽ നല്ല സിനിമയ്ക്കോ ഒക്കെ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ഏതെങ്കിലും സിനിമകൾ ഇയാളുടെ ഈ താല്പര്യത്തിന് വഴങ്ങാത്തതിൻ്റെ പുറത്ത് അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ, മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? ഇയാളുടെ താല്പര്യത്തിന് വഴങ്ങിയതിൻ്റെ പുറത്ത് ഏതെങ്കിലും സിനിമകൾ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന വിഷയം പരിശോധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് IFFK-യുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരിക്കും. ജൂറിയും ഈ സ്ക്രീനിങ് കമ്മിറ്റിയും ഒക്കെ സംശയത്തിന് അതീതരായിരിക്കണം. കാരണം നമ്മൾ പറയാറുണ്ട്, സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ
നീതനായ കോടതികൾ, ജഡ്ജിമാർ സംശയത്തിന് അതീതരായിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ജൂറി എന്ന് പറയുമ്പോൾ അതൊരു ജഡ്ജിങ് പാനൽ തന്നെയാണ്. അത് പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് പോയാലല്ലേ മത്സരിച്ച് അവാർഡ് കിട്ടാൻ പറ്റണേ. തെരഞ്ഞെടുക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി അവരും സംശയത്തിന് അതീതരായിരിക്കണം. അതിൻ്റെ അധ്യക്ഷനെതിരെയാണ് ഈ ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും പ്രവാസി സംഘത്തിൻ്റെ ഭാരവാഹിയാണെങ്കിൽ അതിൽ നിന്ന് മാറ്റുകയും CPM പാർട്ടി മെമ്പറാണെങ്കിൽ അതിൽ നിന്ന് മാറ്റുകയും ചെയ്ത് CPM മാതൃക കാണിക്കുകയും ഇദ്ദേഹത്തെ ഇപ്പം ഇതിൻ്റെ IFFKയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് IFFKയിലെ മലയാള വിഭാഗം സിനിമയുടെ മത്സരം, പിന്നെ അതിൻ്റെ പ്രദർശനങ്ങൾ ഉൾപ്പെടെയുള്ളവ പിന്നീട് ഒരു ദിവസത്തേക്ക് നീട്ടിവെക്കുകയും ബാക്കിയുള്ളത് നടന്നോട്ടെ. ഇത് മാത്രം മലയാളം വിഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സിനിമകളുടെ പിന്നെ സ്ക്രീനിങ് പുനഃപരിശോധിച്ചതിന് ശേഷം വേറെ ദിവസം നടത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അടിയന്തരമായി തന്നെ മറ്റൊരു പാനലിനെ നിശ്ചയിച്ച് ഈ ബാക്കിയുള്ള സിനിമകൾ പ്രദർശിപ്പിച്ച ശേഷം അവസാന ദിവസങ്ങളിൽ, ഒരാഴ്ചത്തെ പരിപാടിയാണല്ലോ, അവസാന ദിവസങ്ങളിലേക്ക് മലയാള സിനിമകളുടേത് മാറ്റിവെക്കുകയും അതിന് പിന്നെ നിഷ്പക്ഷമായി സിനിമകളെ കലാമൂല്യം വെച്ച് വിലയിരുത്തുന്ന ഒരു സ്ക്രീനിങ് കമ്മിറ്റിയെ പുതിയതായി കണ്ടെത്തുകയും, അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച യുവതിയെ തന്നെ ആ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ താല്പര്യത്തിൽ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് വേണ്ട ഒരു ഷഫ്ലിംഗ് അതിനകത്ത് നടത്താൻ വേണ്ടി മുഖ്യമന്ത്രിയും കേരള സർക്കാരും സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സജി ചെറിയാനും മുൻകൈ എടുക്കണം എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം.